ഹലോ SSLC മക്കളെ, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഡിഫിക്കൽട്ട് സ്റ്റേജിൽ കൂടെ ആയിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടെൻഷനുണ്ട്. ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സാമാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്, എഴുതാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ടെൻഷനുണ്ട്, സൊസൈറ്റി തരുന്ന പ്രഷറുണ്ട്, നാട്ടുകാർ എല്ലാവരും തരുന്ന പ്രഷർ ഉണ്ടാവും. നിങ്ങൾ നെവർ ഗിവ് അപ്പ്, ഒരാളും വിട്ടുകൊടുക്കരുത്. മോഡൽ എക്സാമിന് എന്ത് മാർക്ക് വേണം വന്നോട്ടെ, നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിലും വിട്ടുകൊടുക്കരുത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈ അടുത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് മൂവിയാണ്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല എന്നറിയാം, പക്ഷേ ബേസിക് സ്റ്റോറി എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഒരു സ്പോയിലറും തരുന്നില്ല, പക്ഷേ അവർ ഒരിക്കലും വിട്ടുകൊടുത്തില്ല. ദേ നെവർ ഗേവ് അപ്പ്. ആരെന്ത് പറഞ്ഞിട്ടും അവരെന്ത് സിറ്റുവേഷനിലാണെന്ന് വിചാരിച്ചിട്ട് അവർ വിട്ടുകൊടുത്തില്ല. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി. അപ്പം നെവർ എവർ ഗിവ് അപ്പ്. നിങ്ങളുടെ മോഡൽ എക്സാമിന് മാർക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സമയമുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൈമുണ്ട്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മാർക്ക് മേടിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ക്ലാസ് നിങ്ങൾക്കിതാ എക്സാമിനർ തരുന്നുണ്ട് ഫ്രീ ആയിട്ട് ഈ യൂട്യൂബ് ചാനലിൽ. എല്ലാ ദിവസവും ലൈവ് ഉണ്ട് 7:30 വന്ന് കാണുക. ഈ ക്ലാസ്സും ഈ ടൈമും നിങ്ങൾക്ക് ഈ ഫൈനൽ എക്സാമിന് മുമ്പുള്ളൊരു ചാൻസും ഉപയോഗിച്ചാൽ ഒന്നും പേടിക്കേണ്ട മക്കളെ. ആ മോഡൽ എക്സാം എന്നുള്ള മാർക്ക് നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാം, ഒരു ടെൻഷനും സ്ട്രെസ്സും ഇല്ലാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മഞ്ഞുമൽ ബോയ്സിലെ മൊത്തം ഗ്യാങ്ങായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്, എക്സാം വിന്നർ. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ സപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുക, അത് ഉപയോഗിക്കുക, എന്നിട്ട് ഫുൾ സെറ്റായിട്ട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നോക്കുക. ഒരു ടെൻഷനും ഒരു പേടി വേണ്ട. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഡോണ്ട് ഗിവ് അപ്പ്. ഗിവ് അപ്പ് ചെയ്താൽ പോയി, പിന്നെ ഹാപ്പി ആവാനുള്ളൊരു ചാൻസ് കിട്ടില്ല. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളാണ്, ആരും വിട്ടുകൊടുക്കരുത്. ഇനി നമുക്ക് ഫുൾ എഫേർട്ട് ഇടാം. എക്സാം തുറണ്ടാൻ കൂടെ നിങ്ങൾ ആരും പേടിക്കണ്ട. ഇനി നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതേപോലെ ബാക്കിയുള്ള സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാം, പക്ഷേ മാത്സ് സ്പെഷ്യലായിട്ട് എങ്ങനെ നിങ്ങൾ A+ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, A സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, B സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഫെയിൽ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എങ്ങനെ എല്ലാത്തിനും ഒരു ഫുൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാമെന്ന് ബാക്കി വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് ഇഷ്ടപ്പെടുന്ന ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, എനിക്ക് കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, സാറേ എനിക്ക് ഈ ചാപ്റ്റർ ഒന്നും അറിയില്ല, ആ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ തൊട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരെന്ത് വേണമെങ്കിലും, നിങ്ങൾ A+ ആയിക്കോട്ടെ, B+ ആയിക്കോട്ടെ, C, D ഫെയിൽ ലെവലായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സിമ്പിൾ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് കാര്യം, എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ഫോർമുല അറിയണം. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണാം, അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ട്സ് എടുത്ത് വെക്കാം. നാളെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാണ്, സ്ലോപ്പ് എന്താണെന്ന്. നിങ്ങൾ കുറേ ആലോചിക്കേണ്ട, ചെരിവ് എന്താണ്, ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല എഴുതി വെക്കുക. ഡിസ്റ്റൻസ് ഫോർമുല, അകലം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുക. എല്ലാ ഫോർമുലയും കയ്യിലുണ്ടാവണം. ഇത് എൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതുപോരാതെ നിങ്ങളുടെ ഒരു വേർഷൻ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആ ഫോർമുല എഴുതിയാൽ സെറ്റായി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലെറ്റ്സ് സേ ഒന്നും പഠിക്കാത്ത ഒരു ചാപ്റ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ തൊട്ടിട്ടില്ല, മോഡലിനും പഠിച്ചിട്ടില്ല. ഇനി എന്താ ചെയ്യുക? വളരെ സിമ്പിൾ. അതിൻ്റെ നിങ്ങളുടെ ഫുൾ ക്ലാസ് നിങ്ങൾ ലക്ഷ്യ ബാച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ലക്ഷ്യ ബാച്ചിനെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണാൻ യൂട്യൂബിൻ്റെ ക്ലാസ് പോയി കാണാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററോ സെക്കൻഡ് ചാപ്റ്ററോ ഒന്ന് മൊത്തം കാണണം, ഒന്ന് കണ്ട അടിപൊളിയായിട്ട് പഠിക്കുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ 1 ഷോട്ട് പോയി കാണാം. ഒറ്റ അടിക്കുക ചാപ്റ്റർ തീർക്കുന്ന ലൈവ് ഉണ്ടാവും, അത് കണ്ട് തീർക്കുക. ഇനി നിങ്ങൾക്ക് ഫോർമുലയെ നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റർ തീർക്കാനുള്ള സമയം, അപ്പോൾ നിങ്ങൾക്ക് രാവിലെ സമയം സ്പെൻഡ് ചെയ്യാം, രാത്രി സമയം സ്പെൻഡ് ചെയ്യാം. ഇത് തീർന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ഈ പ്രാവശ്യത്തെ എക്സാമിനും എല്ലാവർക്കും ഫോർമുലയും ട്രിക്സും എല്ലാം അറിയെങ്കിലും കോൺസെപ്റ്റ് ബെൻഡ് ചെയ്തിട്ടുള്ള ചോദ്യം. സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസിൽ നിന്ന് ജോമെട്രി ആൻഡ് ആൽജിബ്രയിൽ ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കോർഡിനേറ്റ്സിൽ ഒരു ഫോർമുല വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, ടാൻജൻസും കുറച്ച് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആൻഡ് കോൺസെപ്റ്റ് ആയിരുന്നു ഈ പ്രാവശ്യം വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോർമുലയും ടോപ്പിക്ക് മാത്രം പഠിച്ചവർക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യത കുറവാ. നമുക്ക് A+ വേണമെങ്കിൽ നിങ്ങൾ A+ ലെവൽ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് A+ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടായിരുന്നു. ഓക്കെ, A+ ക്വസ്റ്റ്യൻ്റെ കുറേ ചാപ്റ്ററിൽ എല്ലാം A+ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ലൈവും കൂടി പോയി കാണാം. ഇതുപോരാതെ എക്സാമിന് മുമ്പ് ആൻസർ ഫുൾ ലൈവായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി A+ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നോട്ട്സ് എല്ലാവരും എടുക്കുക. പിന്നെ സെക്കൻഡ് കാര്യം, നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റർ 1 ഷോട്ട് പോയി കാണാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം ആ ചാപ്റ്ററിൻ്റെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 20 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ് വരെ. അപ്പോൾ അത് പോയി കാണാം. ലാസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ട, ആ A+ ക്വസ്റ്റ്യൻ്റെ ലൈവും കൂടി പോയി കാണാം. ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോട്ട്സും
ഫോർമുല എല്ലാ സാധനം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. ഇതൊരു റിക്വസ്റ്റ് അല്ല, ഇതൊരു കമാൻഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ നോട്ട്സും ഫ്രീ ക്വസ്റ്റ്യനും കിട്ടുന്നുണ്ട്. അതെല്ലാം പോയി ഡൗൺലോഡ് ചെയ്യാം. ഇനി ചിലവർക്ക് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് സാർ, അതേപോലെ ഒരു ചോദ്യം വന്നാലോ, മോഡൽ എക്സാമിൻ്റെ സൊല്യൂഷനും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും പോയി നോക്കുക. ഇത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ തലേ ദിവസങ്ങൾ, മാത്സ് എക്സാമിൻ്റെ തലേ ദിവസങ്ങൾ ഞാൻ വന്ന് ലൈവ് എടുക്കും. അതേപോലെ എല്ലാ സബ്ജക്ട്സിനെയും ടീച്ചേഴ്സ്, എക്സ്പേർട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ലൈവ് എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, നിങ്ങൾക്ക് ആർക്കും മാർക്ക് കുറയില്ല. നിങ്ങളുടെ എയിമായ ഫുൾ A+ തന്നെ കിട്ടിയിരിക്കും. എക്സാമിനർ ഉണ്ടാവും കൂടെ മക്കളെ, ആരും പേടിക്കേണ്ട. നിങ്ങൾ ഇപ്പം തന്നെ റെഡി ആയിക്കോ. ഇന്നത്തെ രാത്രി ലൈവ് വരാം 7:30 ഫുൾ സെറ്റാക്കാം. നമുക്ക് SSLC ഫുൾ A+ മേടിക്കാം. ഓക്കെ.